ആനയെഴുന്നള്ളിപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് സുപ്രീംകോടതി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ്. വിധി സ്വാഗതം ചെയ്ത് ദേവസ്വങ്ങൾ. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. തുടർച്ചയായുള്ള വേലിയേറ്റം മൂലം ആശങ്കയിൽ തീരദേശവാസികൾ. പ്രതിഷേധങ്ങളും കാറ്റിൽ പറത്തി കുന്നംകുളം കോട്ടോൽ കുന്നിൽ മണ്ണെടുപ്പ് തുടരുന്നു. കോടതി വിലക്ക് നിലനിൽക്കുന്നതിനിടെയാണ് മണ്ണെടുപ്പ് നടത്തുന്നത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. വ്യാജരേഖകൾ നൽകി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റി ശിക്ഷാ നടപടി നേരിട്ട പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. ആനയെഴുന്നള്ളിപ്പ് വിഷയത്തിൽ ഹൈക്കോടതിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി. 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് എങ്ങനെ നിർദ്ദേശിക്കാനാകും എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെയും സുപ്രീംകോടതി വിമർശിച്ചു. ചട്ടങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അത് സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും ശൂന്യതയിൽ നിന്ന് ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനാകില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യരുടെ നീക്കങ്ങൾ പോലും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ആനകളുടെ നീക്കം പ്രവചിക്കാൻ സാധിക്കുക? പകൽ 9 മണി മുതൽ 5 മണി വരെ ആനയെഴുന്നള്ളിപ്പ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശവും അപ്രായോഗികമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. പകൽ സമയങ്ങളിലാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. കർണാടകത്തിലും മറ്റും കാട്ടാനകളുടെ സഞ്ചാരം വൈദ്യുതി വേലികൾ ഉപയോഗിച്ച് തടയുകയാണ്. ഇത് മൃഗസ്നേഹികളുടെ സംഘടനകൾ തടയുന്നില്ലെന്നും സുപ്രീംകോടതി ആരാഞ്ഞു. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ആനകൾക്കോ ഭക്തർക്കോ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കായിരിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. TCV തൃശൂർ. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത സുപ്രീംകോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. അതേസമയം നിയമനിർമ്മാണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ദേവസ്വങ്ങൾ. ആനയെഴുന്നള്ളിപ്പിൽ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇരു ദേവസ്വങ്ങളുടെയും വേലകളും പൂരവും അടുത്തിരിക്കെയുണ്ടായ വിധി ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്നതാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. വലിയ സന്തോഷമുണ്ട്. വളരെയധികം കമ്മിറ്റിക്കാരും എല്ലാവരും വളരെ ഹാപ്പിയാണ്. സുപ്രീം കോടതിയുടെ എപ്പോഴും നിലപാട് ഫെസ്റ്റിവിറ്റീസ് അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടില്ല എന്നുള്ളതാണ്. അത് എങ്ങനെയായിരുന്നു അതേപോലെ തുടർന്ന് പോകണം. അപ്പോൾ ആനകളെ നന്നായി നോക്കണം, പരിചരിക്കുക. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അതങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഗുരുവായൂർ കൊച്ചിൻ ദേവസ്വം ബോർഡുകൾ ഏകാദശി ഉത്സവാഘോഷങ്ങൾ പതിവ് ആചാരപ്രകാരം നടത്താത്തതിനെ അദ്ദേഹം വിമർശിച്ചു. ഇവിടുത്തെ വിശ്വാസികൾ മുഴുവൻ വലിയ സങ്കടത്തിലായിരുന്നു തൃപ്പൂണിത്തുറ ഉത്സവം അലങ്കോലപ്പെടുത്തിയതിനും അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിക്ക് അകമ്പടി ആനകളും പോലും ഇല്ലാണ്ടാണ് എഴുന്നള്ളിച്ചത്. അത് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. എല്ലാ വിഭാഗങ്ങൾക്കും സന്തോഷം നൽകുന്ന വിധിയാണെന്ന് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി P. ശശിധരൻ പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളെയും എല്ലാ പള്ളിപ്പെരുന്നാളുകളിൽ പള്ളി നേർച്ചകളെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് സുപ്രീം കോടതി അന്തിമമായിട്ട് ഒരു വിധി പറഞ്ഞ് സ്റ്റേ തന്നിരിക്കുന്നതാണ്. വലിയ ആഹ്ലാദമാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും ഇതിൽ ചെവിക്കൊള്ളണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഭാവിയിലും ഉണ്ടായേക്കാവുന്ന ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന ആവശ്യം ഇരു ദേവസ്വങ്ങളും ആവർത്തിച്ചു. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കാനായിട്ട് ഒരു ബില്ലിൻ്റെ പാസ്സാക്കണം. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വിധി അനുകൂലമായതോടെ വേല പൂരം ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇരു ദേവസ്വങ്ങളും. ജനുവരി 3 പാറമേക്കാവിലും 5 തിരുവമ്പാടിയിലും വേലയാഘോഷമാണ്. TCV തൃശൂർ. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് പരിസരങ്ങളിലും വേലിയേറ്റം മൂലം കടൽ വെള്ളം കരയിലേക്ക് അടിച്ചുകയറി. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വേലിയേറ്റം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ ശക്തമായ രീതിയിലായിരുന്നു കടൽ വെള്ളം കരയിലേക്ക് അടിച്ചുകയറിയത്. ലൈറ്റ് ഹൌസ് പരിസരത്തെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് മുങ്ങി. സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി. കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. വെള്ളം മെയിൻ റോഡിനോടടുത്തുവരെ എത്തി. സമീപത്തെ മീൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള കടകളിലേക്ക് വെള്ളം കയറി. കടൽ തീരത്തെ താൽക്കാലിക കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേലിയേറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കട ഉടമ കരിമ്പൻ ഷാജി പറഞ്ഞു. കട നിറച്ചും വെള്ളമായിട്ട് നിൽക്കണം.
അപ്പോൾ ഇവിടുന്ന് കട തുറക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിലാണ് നിൽക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും നിങ്ങൾ സഹിച്ചെന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതെല്ലാ കൊല്ലം വെള്ളം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടാപ്പ് ലൈറ്റ് പരിസരത്തിന് സമീപത്തെ കൾവേർട്ട് റോഡ് വഴി കിഴക്കുവശത്തെ വീടുകളിലേക്ക് കടൽ വെള്ളം അടിച്ചുകയറി. ചില വീടുകളിൽ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം ബ്ലാങ്ങാട് ബീച്ചിലെ വ്യാപാരികൾ ആശങ്കയിലാണ്. TCV ന്യൂസ്, ചാവക്കാട്. പ്രതിഷേധങ്ങളും കോടതി ഉത്തരവുകളും കാറ്റിൽ പറത്തി കോട്ടോൽ കുന്നിൽ മണ്ണെടുപ്പ് തുടരുന്നു. ചെങ്കുത്തായ സ്ഥലങ്ങളിൽ ഖനനം നടത്തുന്നതിന് കോടതി വിലക്ക് നിലനിൽക്കുമ്പോഴാണ് കുന്നിന്റെ അന്ത്യം കുറിക്കുന്ന വിധത്തിൽ വലിയ തോതിൽ മണ്ണെടുപ്പ് നടത്തുന്നത്. ദേശീയപാത നിർമ്മാണത്തിനെന്ന പേരിലാണ് വൻതോതിൽ മണ്ണെടുപ്പ് നടത്തുന്നത്. കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പിള്ളിക്കുന്നിൽ ഇതേ രീതിയിൽ അനുമതി ലഭിച്ച മണ്ണെടുപ്പ് കോടതി വിലക്കിയതിനെ തുടർന്ന് 2 ആഴ്ച മുൻപ് നിർത്തിവച്ചിരുന്നു. പട്ടികജാതി വിഭാഗത്തിന് സർക്കാർ നൽകിയ ഭൂമിയോട് ചേർന്നാണ് ഒരു ഭാഗത്ത് മണ്ണെടുപ്പെങ്കിൽ ഒട്ടേറെ വീടുകളും ക്ഷേത്രവും ഉൾപ്പെടുന്ന ഭാഗത്തിന് മുകളിലായാണ് മറ്റൊരു ഖനനം നടത്തുന്നത്. ഇരുഭാഗത്തെയും ജനങ്ങൾ ഇതുമൂലമുള്ള ദുരിതം അനുഭവിച്ചു തുടങ്ങി. ഭീമൻ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് കോട്ടോൽ കുന്ന്. മണ്ണെടുപ്പിന് വേണ്ടി ഈ കല്ലുകൾ മാറ്റുന്നത് ശക്തമായ പ്രകമ്പനത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമീണ റോഡുകളിലൂടെ വലിയ ലോറികൾ പോകുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ വേറെയും. പട്ടികജാതി നഗറിലെ കാലപ്പഴക്കം ചെന്ന വീടുകൾ ഭീഷണിയിലാണെന്ന് ഇവർ പറഞ്ഞു. മണ്ണെടുപ്പിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കോടതി ഉത്തരവുകൾ ലംഘിച്ചാണ് മണ്ണെടുപ്പ് തുടരുന്നതെന്നും ഇതിനെതിരെ നടപടി വേണമെന്നും കുന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. TCV, കുന്നംകുളം. വ്യാജരേഖകൾ നൽകി അനർഹമായി BPL AIY മുൻഗണന റേഷൻ കാർഡ് കൈവശപ്പെടുത്തി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ശിക്ഷാ നടപടി നേരിട്ട കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റായ മീനാബായ് സാജനും കുടുംബത്തിനും അർഹതയില്ലാത്ത മുൻഗണനാ സബ്സിഡി BPL കാർഡ് കൈവശം വെച്ച് അനർഹമായി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റുന്നതായി താലൂക്ക് തല സപ്ലൈസ് കോഡ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2021 ജൂലൈ 15 മുമ്പ് കാർഡ് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കി പിഴ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പലതവണ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും മീനാബായ് സാജൻ ഇതിന് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് 2022 ജനുവരി മാസം മുതൽ കൈപ്പറ്റിയിട്ടുള്ള സാധനങ്ങളുടെ തുകയായ 3658 രൂപ പിഴയായി അടയ്ക്കുവാൻ കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ നോട്ടീസ് നൽകിയത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഭരണഘടനാ പദവിയിലിരുന്ന് സർക്കാരിനെ കബളിപ്പിച്ച് കുറ്റകൃത്യം ചെയ്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മീന സാജൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന ആവശ്യമുന്നയിച്ച് UDF രംഗത്തെത്തിയിരിക്കുന്നത്. പഞ്ചായത്തിലെ അർഹരായ 100 കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ BPL കാർഡ് ലഭിക്കാതെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിയുന്ന സാഹചര്യത്തിലാണ് ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി മീന സാജൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നും ഇവരെ അയോഗ്യയാക്കണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ മുൻനിർത്തി UDF ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരുപക്ഷെ ഇത്രയും മോശമായ ഒരു പ്രവൃത്തി ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആനുകൂല്യങ്ങൾ തിരിച്ചടക്കുന്നതിലല്ല, അതൊരു പഞ്ചായത്തിലെ പ്രഥമ വനിതയാണ്. ഒന്നാമത്തെ വനിത ആരാ? പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രവൃത്തി ചെയ്ത സാഹചര്യത്തില് അവര് ഇടപെട്ടിട്ട്, അവര് പാർട്ടി ഇടപെട്ടിട്ട് മാന്യതയുണ്ടെങ്കിൽ, രാഷ്ട്രീയ മാന്യത അതിനുപരി ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അടിയന്തരമായി രാജിവെക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ UDFന്റെ നേതൃത്വം ആവശ്യപ്പെടുന്നത്. DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി, UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി RH മനാഫ്, CMP ഏരിയ ജോയിന്റ് സെക്രട്ടറി KC ഹംസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV, എരുമപ്പെട്ടി. ചലച്ചിത്ര സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. പുലർച്ചെ ഷൊർണൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് 4 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 200ഓളം സിനിമകളിലും 25ഓളം സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. നാടകരംഗത്ത് നിന്നാണ് ചലച്ചിത്ര രംഗത്തെത്തിയത്. ഭർത്താവ് ഗണേഷും നാടക ചലച്ചിത്ര നടനായിരുന്നു. 1976 പുറത്തുവന്ന മണിമുഴക്കമാണ് ആദ്യ ചിത്രം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, മീശമാധവൻ, നന്ദനം, അമ്മക്കിളിക്കൂട്, സെല്ലുലോയിഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു കാലമായി അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മീന ഗണേഷ്. കഴിഞ്ഞ 4 വർഷങ്ങളായി സിനിമകളിലൊന്നും അഭിനയിച്ചിരുന്നില്ല. 1976 ചലച്ചിത്ര രംഗത്തേക്കുള്ള മീന ഗണേഷിന്റെ പ്രവേശനം.
കലാഭവൻ മണിയുടെ അമ്മ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. നെഗറ്റീവ് റോളുകളും ഹാസ്യ കഥാപാത്രങ്ങളും എല്ലാം മീന ഗണേഷിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. സംഗീത നാടക അക്കാദമി, ഗുരുപൂജ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് മീന ഗണേഷിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കുവാനും എത്തിയത്. ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷം. പാലപ്പള്ളി അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രി കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തും കാട്ടാന ഇറങ്ങി. പാലപ്പള്ളി മേഖലയിൽ കടുവാ ഭീതി നിലനിൽക്കെയാണ് കാട്ടാനക്കൂട്ടം വീണ്ടും ഇറങ്ങിയത്. വരന്തരപ്പള്ളി കാരികുളം കടവിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 5 ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. പാലപ്പള്ളി പിള്ളത്തോട് പാലത്തിന് സമീപത്ത് നിന്ന് തോട്ടത്തിലൂടെ എത്തിയ ആനകൾ കാരികുളം കടവിൽ പുലർച്ചെ വരെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പറമ്പുകളിൽ കൃഷി നശിപ്പിച്ച ആനകൾ റോഡ് മുറിച്ചു കടന്ന് ഹാരിസൺ തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനകളെ കാടുകയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. രാത്രിയിൽ തോട്ടങ്ങൾ കടന്നുവരുന്ന ആനകൾ ജനവാസ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കല്ലേരി സജീവന്റെ പറമ്പിലെ വാഴകളും തെങ്ങുകളും കവുങ്ങുകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് മലയോര കർഷക സമിതി പ്രവർത്തകർ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി. മുല്ലശ്ശേരി KLDC കനാലിലേക്ക് പുഴയിൽ നിന്നും വീണ്ടും ഉപ്പ് കയറുന്നതായി കർഷകരുടെ പരാതി. ഇടിയഞ്ചിറ താൽക്കാലിക വളയം ബണ്ടിന്റെ കനാലിൽ മഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് പൊളിച്ച മധ്യഭാഗത്തെ കഴഭാഗം വഴിയാണ് ഉപ്പ് കയറുന്നത്. പുല്ലൂർ ഭാഗം വരെ ഉപ്പുവെള്ളം കയറിയതായി വിവിധ പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. 80 സെന്റിമീറ്റർ അധികം ഉപ്പുവെള്ളം വേലിയേറ്റത്തിൽ പുഴയിൽ ഉയരുന്നുണ്ട്. ഇതോടെ മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, പറപ്പൂർ, അടാട്ട് മേഖലയിലെ 10,000 ഏക്കർ നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കതിരുവന്ന് വിളവെടുപ്പിന് 1 മാസം മാത്രം ബാക്കിയുള്ള നെൽച്ചെടികൾ മുതൽ 40 ദിവസം പ്രായമായ നെൽച്ചെടികൾ വരെ ഈ മേഖലയിലുണ്ട്. വിവിധ പ്രായത്തിലുള്ള നെൽച്ചെടികളെയെല്ലാം ഉപ്പുവെള്ളം സാരമായി ബാധിക്കും. ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഷട്ടറുകളെല്ലാം ഊരിമാറ്റിയിരിക്കുകയാണ്. ഇതുവഴിയാണ് പുഴയിലെ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം ശക്തമായി കനാലിലേക്ക് കയറുന്നത്. നവംബർ പകുതിയോടെയാണ് താൽക്കാലിക വളയം ബണ്ടിന്റെ പണികൾ പൂർത്തിയായത്. എന്നാൽ കഴിഞ്ഞ ന്യൂനമർദ്ദ മഴയിൽ കനാലിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ താൽക്കാലിക വളയം ബണ്ടിന്റെ 30 മീറ്റർ ഭാഗം പൊളിക്കേണ്ടി വന്നു. പൊളിച്ച വളയം ബണ്ടിന്റെ ഭാഗങ്ങൾ തുറന്നു കിടക്കുന്നതിനാൽ കർഷകരെല്ലാം ആശങ്കയിലാണ്. ഈ ഭാഗം മുളക്കാലുകൾ കുത്തി മണ്ണിട്ടടയ്ക്കുന്ന ജോലികൾ ഇപ്പോൾ സാവകാശമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കനാലിൽ ജലനിരപ്പ് ഉയർന്നാൽ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ചിമ്മിനി ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം മുല്ലശ്ശേരി കനാലിലെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് കർഷകർ പറയുന്നത്. TCV ന്യൂസ്, പാവറട്ടി. പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകളും ബാനറുകളും കടവല്ലൂർ പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തു. ബോർഡുകൾ സ്ഥാപിച്ചവരിൽ നിന്ന് കോടതി നിർദ്ദേശിച്ച പിഴ ഈടാക്കുമെന്ന് സെക്രട്ടറി പറഞ്ഞു. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്നും പുതുതായി ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി ഉല്ലാസ് കുമാർ അറിയിച്ചു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് ജല അതോറിറ്റി പൊളിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ റോഡുകൾ നന്നാക്കാൻ പദ്ധതിയായി. പഞ്ചായത്തിലെ 121 റോഡുകളാണ് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ പഞ്ചായത്തിന്റെ റോഡ് പുനരുദ്ധാരണ പദ്ധതികൾ തകിടം മറിഞ്ഞിരുന്നു. കരാർ നടപടികൾ പൂർത്തിയായെങ്കിലും പണി തുടങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. 2023 ഏപ്രിലിലാണ് പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള കരാർ ജല അതോറിറ്റിയും പഞ്ചായത്തും ചേർന്ന് ഒപ്പിട്ടത്. നവീകരണം നടത്താതെ റോഡുകളുടെ അവസ്ഥ ദയനീയമായതോടെ ജല അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് പരാതി നൽകി. MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ജല അതോറിറ്റി തയ്യാറായത്. ആകാശവാണി തൃശൂർ നിലയം മേധാവി M. ബാലകൃഷ്ണൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഒറ്റപ്പാലം കണ്ണിയംപുറത്ത് JK നഗറിൽ തെക്കുംപുറത്തെ വീട്ടിൽ പരേതനായ രാമകുമാറിന്റെയും സ്വർണകുമാരിയുടെയും മകനാണ്.
അതിരപ്പള്ളി കണ്ണംകുഴിയിൽ സഹോദരന്റെ വെട്ടേറ്റ് മരിച്ച ആദിവാസി യുവാവ് സത്യന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനെത്തിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, അതിരപ്പള്ളി SHO വി ബിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. കേസിലെ പ്രതിയും സത്യന്റെ ജ്യേഷ്ഠനുമായ ചന്ദ്രമണിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. സംഘർഷത്തിനിടെ വെട്ടേറ്റ ചന്ദ്രമണിയുടെ ഭാര്യ മായ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം പ്രകൃതി ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായിരുന്നു കണ്ണൻകുഴി വടാട്ടുപാറയിൽ 2 മാസം മുമ്പ് എത്തിയത്. എടനയുടെ ഇല ശേഖരിച്ച് വെള്ളിക്കുളങ്ങരയിലും മറ്റും വിൽപ്പന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം മദ്യപാനത്തിനിടെ ചന്ദ്രമണിയും സത്യനും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് മലഞ്ചരക്ക് കടയിൽ മോഷണം. തൗണ്ടശ്ശേരി ജോസിന്റെ കടയിലാണ് മോഷണം. ഷട്ടറിന്റെ 2 താഴുകളും തകർത്ത നിലയിലാണ്. മലഞ്ചരക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് മോഷണം നടന്നത്. നഷ്ടം കണക്കാക്കിയിട്ടില്ല. ഷട്ടർ ഉയർത്തിയ നിലയിൽ കണ്ടതോടെ സംശയം തോന്നിയ സമീപവാസിയാണ് ഉടമയെ വിവരമറിയിച്ചത്. വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. കുന്നംകുളം ചെമ്മണ്ണൂരിൽ നിന്ന് 4 ലിറ്റർ വാറ്റ് ചാരായം പിടികൂടി. സംഭവത്തിൽ ഒരാളെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചെമ്മണ്ണൂർ സ്വദേശി സുധീഷിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാറ്റ് ചാരായം പിടികൂടിയത്. ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമായ സാഹചര്യത്തിൽ കുന്നംകുളത്ത് പരിശോധന വ്യാപകമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞു നടത്തിയ CPM സമ്മേളനത്തെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. തൃശൂർ കേച്ചേരിയിൽ കുന്നംകുളം ഏരിയ സമ്മേളനത്തിലായിരുന്നു വിചിത്രവാദം. എല്ലാവരും കാറിൽ കയറി പോകേണ്ട കാര്യമുണ്ടോ എന്നും നടന്നുപോയാൽ പോരെയെന്നുമാണ് A. വിജയരാഘവൻ ന്യായീകരിച്ചത്. എന്തൊരു ട്രാഫിക് ജാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ട്രാഫിക് ജാം ഇല്ലേ? ഇവരെല്ലാവരും കൂടി കാറിൽ കയറി പോകേണ്ട കാര്യമുണ്ടോ? റോഡ് സൈഡിൽ CPM പൊതുയോഗം വച്ചു എന്നാണ് പറയുന്നത്. കേസ് കൊടുക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് കേസ് കൊടുക്കുന്നത്. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോട്ടേക്കെല്ലാം സ്റ്റേജ് കെട്ടിയാൽ തുടങ്ങിയില്ലേ? അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക? എന്താ കാര്യം? എന്തൊരു ട്രാഫിക് ജാം! അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിന് നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഇല്ലേ? 10 മനുഷ്യന് പോകാൻ കുറച്ച് സ്ഥലം മതി. പക്ഷെ 10 കാർ പോകാൻ എത്ര സ്ഥലം വേണം? പണ്ടൊക്കെ നടന്നായിരുന്നില്ലേ പോയിരുന്നത്? ഇത്ര വലിയ കാർ വേണോ? ചെറിയ കാറിൽ പോയാൽ പോരെ എന്ന് A. വിജയരാഘവൻ പറഞ്ഞു. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോൾ 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ. കാർ എടുത്ത് അമ്മായിയമ്മയെ കാണാൻ പോവുകയാണ്. ചിലർ സല്ലപിച്ച് വർത്തമാനം പറഞ്ഞാണ് പോകുന്നത്. അത്യാവശ്യത്തിനുള്ള കാർ യാത്രയൊക്കെ കുറവായിരിക്കും. എന്തിനാണ് ജാഥ നടത്തുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. CPM പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കുന്നതിനാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാ. വർത്താനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാൻ അതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. TCV ന്യൂസ്, കുന്നംകുളം. സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നാടക കലാകാരൻ റഷീദ് മുഹമ്മദിന് കൊടുങ്ങല്ലൂർ ആൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ജന്മനാട്ടിൽ സ്വീകരണം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺഹാളിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം ആർട്ടിസ്റ്റ് സുജാതൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനാനന്തരം അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന നാടകം അനന്തരം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ PI മെഹ്റലി, AK നസീമ, നിസാർ റംജാൻ, ഷമീർ എന്നിവർ പങ്കെടുത്തു. ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യമയക്കുമരുന്ന് കടത്ത് തടയുന്നതിനുമായി കടലിൽ സംയുക്ത പരിശോധന ആരംഭിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഓഫീസ്, കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ്, അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ്, അഴീക്കോട് തീരദേശ പോലീസ് എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, FEO സുമിത, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N. ശങ്കർ, ബാലസുബ്രഹ്മണ്യൻ, അഴീക്കോട് കോസ്റ്റൽ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.
വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നീ വിഷയങ്ങൾ ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. നഗരസഭയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി UDF സർക്കാർ പ്രഖ്യാപിച്ച 25 കോടി രൂപ രാഷ്ട്രീയ കാരണങ്ങളാൽ വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കാതെ ഇടതു ഭരണസമിതി നഗരസഭയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ, CH ഹരീഷ്, ബിജു ഇസ്മയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തത്. അനധികൃതമായി ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴയടക്കം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പാർട്ടിയുടെ ശക്തി കേന്ദ്രമല്ലാതിരുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ CPI ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വളർന്നു വരികയാണെന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. കുന്നംകുളം മണ്ഡലത്തിലെ CPI നേതൃത്വ ക്യാമ്പ് പഴഞ്ഞിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാനപരമായി പാർട്ടിയുടെ നേതൃനിരയിലേക്ക് പ്രവർത്തകർ ചുരുക്കം മാത്രമേ എത്തുന്നുള്ളൂ. അതുപോരെന്നും നല്ല നേതൃനിരയാണ് പാർട്ടിയുടെ വളർച്ചയെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. പഴഞ്ഞി ക്രസന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മണ്ഡലം സെക്രട്ടറി OK ശശിയുടെ കോർഡിനേഷൻ നടന്ന ക്യാമ്പിൽ CPI ജില്ലാ കൌൺസിൽ അംഗം പ്രേംരാജ് ചൂണ്ടാലത്ത് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന് മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, കാട്ടകാമ്പാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രവീന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ KM മണികണ്ഠൻ, TP ജോസഫ്, രഞ്ജൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. ചങ്കരംകുളം സ്വദേശികളായ കിഴുവപ്പാട്ട് അർഷാദ്, മങ്കടവിൽ നിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിതിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സുനാമി ദുരന്തത്തിന്റെ വാർഷികത്തിനോടനുബന്ധിച്ച് എറിയാട് മുനയ്ക്കൽ ബീച്ചിൽ ഒരുക്കിയ മോക്ക് ഡ്രിൽ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തന പരിശീലനമായി. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി അപ്രതീക്ഷിതമായി വന്ന സുനാമി മുന്നറിയിപ്പ് സന്ദേശത്തിൽ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് തീരം ശാന്തമായി. ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള ആശയവിനിമയത്തിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ സംഘടിപ്പിച്ച ദുരന്ത പ്രതിരോധ പരിശീലന പരിപാടി ശ്രദ്ധേയമായി മാറി. ജില്ലയിൽ സുനാമി മുന്നറിയിപ്പ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെയെല്ലാമാണ് ആശയവിനിമയം സാധ്യമാവുക എന്നതാണ് മോക്ക് ഡ്രില്ലിലൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയത്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ 2004 നാശം വിതച്ച സുനാമിക്ക് 20 വർഷം തികയുന്ന വേളയിൽ ദുരന്തമുഖങ്ങളെ മനം വിറയ്ക്കാതെ നേരിടാൻ തീരത്തെ സജ്ജമാക്കുകയാണ് പരിശീലനത്തിലൂടെ ഉദ്ദേശിച്ചത്. രാവിലെ 10 മണിയോടെ സുനാമി മുന്നറിയിപ്പ് സന്ദേശത്തോടെയാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന മോക്ക് ഡ്രില്ലിൽ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതും മാറ്റിപ്പാർപ്പിക്കുന്നതും പ്രാഥമിക ചികിത്സ നൽകുന്നതും ഗുരുതരമായ അപകടം വന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമെല്ലാം കൃത്യതയോടെ അവതരിപ്പിച്ചു. ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെയായിരുന്നു രക്ഷാദൌത്യം. ദുരന്തത്തിന്റെ തീവ്രത എന്താണെന്നും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ധൈര്യത്തോടെ എപ്രകാരം പ്രവർത്തിക്കണമെന്നും ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി നൽകലാണ് മോക്ക് ഡ്രില്ലിലൂടെ ലക്ഷ്യമിട്ടത്. കോസ്റ്റൽ പോലീസ്, ഫയർഫോഴ്സ്, കടലോര ജാഗ്രതാ സമിതി, സിവിൽ ഡിഫൻസ് ഫോഴ്സ്, മെഡിക്കൽ ടീം, മത്സ്യത്തൊഴിലാളികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം നടത്തിയത്. സുനാമിയുടെ അടിയന്തര സാഹചര്യങ്ങളിൽ ജീവന്റെയും സ്വത്തിന്റെയും നാശനഷ്ടങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. E.T. ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
CPM ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം തുടരുന്നു. ഇരിങ്ങാലക്കുടയിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡ് ഹൈടെക് ബസ് സ്റ്റാൻഡായി നവീകരിക്കണം. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുകയും കൂടുതൽ കോച്ചുകൾ അനുവദിക്കുകയും വേണമെന്നുള്ള പ്രമേയങ്ങൾക്കും സമ്മേളനം അംഗീകാരം നൽകി. സമ്മേളനം നാളെ സമാപിക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങിണിശ്ശേരി KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ജോൺ ഡാനിയൽ, CO ജേക്കബ്, KK അശോകൻ, K നന്ദകുമാർ, KB ദാസൻ, KR ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിയോജകമണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് കത്തിച്ചു പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നേതാക്കളായ VM കുര്യാക്കോസ്, CR രാധാകൃഷ്ണൻ, വർഗീസ് വാഗയിൽ, MJ അഗസ്റ്റ്യൻ, PS റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിനായി പഞ്ചായത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഞ്ചായത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കാൻ ത്രിപുരയിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ കേന്ദ്ര സംഘം മതിലകം പഞ്ചായത്ത് സന്ദർശിച്ചു. പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെയും കിലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ISO സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച ദേശീയ ശില്പശാലയുടെ ഭാഗമായാണ് സന്ദർശനം. കില ISO ജില്ലാ കോർഡിനേറ്റർ ശ്രീനിഷയുടെ നേതൃത്വത്തിലാണ് പഠന സംഘം സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സെക്രട്ടറി KS രാമദാസ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. മറ്റുള്ള എല്ലാ മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ രാജ്യസഭയിൽ പരസ്യമായി അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ PKS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ടൌണിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, PA ലജുക്കുട്ടൻ, C ഗോപദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PK കൃഷ്ണൻകുട്ടി, NK പ്രമോദ് കുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. അർണോസ് സ്മാരകങ്ങളുടെ സംരക്ഷണത്തിൽ സർക്കാരും പുരാവസ്തു വകുപ്പും കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് അർണോസ് പാതിരി അക്കാദമിയും അർണോസ് ഫോറവും സംയുക്തമായി തൃശൂരിൽ ധർണ നടത്തി. ശക്തൻ കൊട്ടാരത്തിലെ കേരള പുരാവസ്തു വകുപ്പ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പ്രൊഫസർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് CK കുഞ്ഞിപ്പുറിഞ്ചു, ബേബി മൂക്കൻ, ജോൺ കള്ളിയത്ത്, PMM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കോലഴി പൂവണി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയുടെ ചെയ്സ് ഒടിഞ്ഞു വീണത് വലിയ ഗതാഗത കുരുക്കിനിടയാക്കി. തമിഴ്നാട്ടിൽ നിന്നും കമ്പി കയറ്റി വന്നിരുന്ന ലോറിയാണ് ചെയ്സ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം നടു റോഡിൽ കിടക്കുന്നത്. പിന്നീട് ക്രെയിൻ എത്തിച്ചെങ്കിലും റോഡിൽ നിന്ന് കുറച്ചു ദൂരം മാത്രമാണ് മാറ്റാനായത്. സ്കൂൾ സമയമായതിനാലും ജോലിക്കാരുടെ തിരക്കുള്ളതിനാലും രാവിലെ ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി. മറ്റൊരു ലോറി എത്തിച്ച് കമ്പി ഇതിൽ കയറ്റുകയായിരുന്നു. അതേസമയം ലോറിയുടെ തകരാർ ഇനിയും പരിഹരിക്കാനായിട്ടില്ല. വിയൂർ പോലീസ് സ്ഥലത്തെത്തി. മലയാള സാഹിത്യ അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ നടത്തിയ നോവൽ രചനാ മത്സരങ്ങളിൽ റഷീദ് K മുഹമ്മദ് മികച്ച നോവലിസ്റ്റിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് നേടി. നക്സൽ പോരാട്ടത്തിന്റെയും രാഷ്ട്രീയ വിപ്ലവ ചിന്തകളുടെയും ജ്വലിക്കുന്ന നോവൽ ഭാഷ്യമായ അയനാന്തരങ്ങൾക്കാണ് അവാർഡ്. പ്രശസ്തി പത്രവും ശില്പവും ക്യാഷ് പ്രൈസും അടങ്ങുന്നതാണ് അവാർഡ്. പ്രവാസി എഴുത്തുകാരനായ റഷീദ് പാവറട്ടി പഞ്ചായത്തിലെ വെന്മേനാട് സ്വദേശിയാണ്. നോവലിന് പുറമെ കവിത, നാടക രചയിതാവ് കൂടിയാണ് റഷീദ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
തുടർന്ന് നേതാക്കൾ പോലീസുമായി വാക്കേറ്റമുണ്ടായി. ഇതോടെ ടെമ്പിൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നേതാക്കളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, കെ ദിലീപ് കുമാർ, PI ഷൌക്കത്ത് അലി, ടി വിനു, PM സിദ്ദിഖ്, ഹിരോഷ് ത്രിവേണി, CM നൌഷാദ്, സുനിൽ ലാലൂർ, VR വിജയൻ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് എക്സ്പോ സംഘടിപ്പിച്ചു. അറബി കാലിഗ്രഫി പ്രദർശനം, അറബിക് പോസ്റ്റർ പ്രദർശനം, ഡോക്യുമെന്റേഷൻ അവതരണം എന്നിവ ശ്രദ്ധയാകർഷിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൽ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് PM സബൂറ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VC ബോസ്, PTA പ്രസിഡന്റ് RH ഹാരിസ്, PM മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് കൊള്ളയ്ക്കെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗര കേന്ദ്രത്തിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ മാർച്ചും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, DCC സെക്രട്ടറി KC ബാബു, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, വാസു കോട്ടോൽ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതിയുടെ സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. PWD റെസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയും ദളിത് അവകാശങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ഓപ്പൺ സെമിനാറിൽ കൃഷിമന്ത്രി P പ്രസാദ് വിഷയ അവതരണം നടത്തുമെന്ന് സംഘാടക ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് N രാജൻ, സ്വാഗത സംഘം ചെയർമാൻ P ബാലചന്ദ്രൻ MLA, ജനറൽ കൺവീനർ ബാബു ചിങ്ങാരത്ത്, ട്രഷറർ CC മുകുന്ദൻ MLA, KN രഘു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി പഴവൂർ നജ്മുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ അറബി ഭാഷാ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അറബിക് കാലിഗ്രഫി മത്സരം, നഷീദ പാരായണം, സമ്മാനദാനം, മധുര വിതരണം എന്നിവ നടന്നു. SMK തങ്ങൾ, അൽ മുഖൈബിലി, അഷ്റഫ് അഷ്റഫി, മുഹമ്മദ് സർ ഫാസ് സാദി, സിയാദ് KK, ഇബ്രാഹിം പഴവൂർ, മുഹമ്മദ് PA റിസ്വാൻ എന്നിവർ സംബന്ധിച്ചു. رب اشرح لي صدري ويسر لي امري واحلل عقدة ولله الحمد. الله اكبر. عليك SNDP യോഗം മുകുന്ദപുരം യൂണിയന്റെ നേതൃത്വത്തിൽ ഹോമമന്ത്ര ശതാബ്ദി സമ്മേളനവും വിശ്വശാന്തി ഹോമവും ഡിസംബർ 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ദീപപ്രോജ്വലനം നടത്തും. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം, സെക്രട്ടറി KK ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സർ സയ്യിദ് ഇംഗ്ലീഷ് സ്കൂൾ വാർഷികം ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണർ റുമൈസ ഫാത്തിമ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സർ സയ്യിദ് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ PA സെയ്ദു മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. ഭാരവാഹികളായ PP മുഹമ്മദ്, അൻവർ സാദിഖ്, ഷിബു യൂസഫ്, സെറീന സലീം, ദേവരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
അവണിശ്ശേരി ഫെസ്റ്റിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മവും സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. അവണിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ പന്തൽ കാൽനാട്ടൽ നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണാശ്ശേരി അവണിശ്ശേരി ഫെസ്റ്റ് സപ്ലിമെന്റ് പഞ്ചായത്ത് മെമ്പർ ശ്രീജിത്തിന് നൽകി പ്രകാശനം ചെയ്തു. അവണിശ്ശേരി ഫെസ്റ്റ് ജനകീയ സമിതി പ്രസിഡന്റ് PG വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഫെസ്റ്റ് ജനകീയ സമിതി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിൻസൻ, അവണിശ്ശേരി ജനറൽ കൺവീനർ ഗിരീഷ് പെരിഞ്ചേരി, ജനറൽ സെക്രട്ടറി CR പ്രകാശ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഫെസ്റ്റ്, ആ ഫെസ്റ്റിൻ്റെ അവസാന നാളുകൾ തൊട്ടടുത്ത വർഷം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥി കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് കിറ്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ജോഷി പോൾ, അധ്യാപകരായ അജിത റോയ്, TR ഷീജ, KK ഷിജിമോൾ, KL സോഫി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടിയോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ലാ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും സംയുക്തമായി നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിവ്യ റിനീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അശ്വതി ഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, രമാബാബു, AA കൃഷ്ണൻ, ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ V ബിന്ദു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക, നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് EM ശ്രീധരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി T മോഹനൻ, ട്രഷറർ KM ചാക്കോ, CPM ഏരിയ കമ്മിറ്റി അംഗം K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ മാസം തോറും നമുക്ക് 2021 വരെ DA സാമൂഹ്യമുണ്ട്. എന്നാൽ നമുക്ക് 5% DA പ്രഖ്യാപിച്ച് അങ്ങനെ 9% DA ഉള്ള സമയത്താണ് നമ്മുടെ DA നിർത്തലാക്കിയത്. അന്ന് പോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ശേഷമാണ് റിപ്പോർട്ട്. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ചാവക്കാട് മാർച്ചും ധർണയും നടത്തി. KSTA ജില്ലാ സെക്രട്ടറി K പ്രമോദ് ധർണ ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K പ്രമോദ്, സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, ബിനോയ് T മോഹൻ, TM ബിന്ദു, PS ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷിക്കുള്ള കുമ്മായ വിതരണം നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ കുമ്മായ വിതരണം ഉദ്ഘാടനം ചെയ്തു. വെങ്ങിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ EV പ്രഭീഷ്, KA സതീഷ്, ആലീസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി തൃശൂർ റൗണ്ട് വെസ്റ്റിൽ സിറ്റി സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന അവൾക്കായുടെ 3ാമത്തെ ഷോറൂം അവൾക്കായ് 99 പ്രവർത്തനം ആരംഭിച്ചു. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ഗുണമേന്മയിലും സെലക്ഷനിലും മികവ് പുലർത്തി മുന്നേറുന്ന അവൾക്കായ് ഷോറൂമിന്റെ മുകൾ നിലയിൽ പ്രവർത്തനമാരംഭിച്ച അവൾക്കായ് 99ന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും അവൾക്കായ് പ്രൊപ്പറേറ്റർ CK മാഹിന്റെ മാതാവ് ഐഷ നിർവഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യ അതിഥിയായി. കോർപ്പറേഷൻ കൗൺസിലർ ഷീബ ജോയി, ഷൈജു ബഷീർ, അവൾക്കായ് 99 പ്രൊപ്പറേറ്റർ CK മാഹിൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. കോർപ്പറേഷൻ കൗൺസിലർ ഷീബ ജോയി, ഷൈജു ബഷീർ, അവൾക്കായ് 99 പ്രൊപ്പറേറ്റർ CK മാഹിൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. പുതുപുത്തൻ ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള 99 രൂപ മുതൽ 699 രൂപ വരെ വില വരുന്ന വെസ്റ്റേൺ ടോപ്പ്, ജീൻസ്, ടീഷർട്ട്, ക്രോപ്പ് ടോപ്പ്, ജീൻസ് ടോപ്പ്, നൈറ്റി, ഡെയിലി വെയേഴ്സ്, ഫംഗ്ഷൻ വെയേഴ്സായ ഫ്രോക്ക്, ലെഹങ്ക, ചുരിദാർ, പാർട്ടി വെയർ ഗൗൺ തുടങ്ങിയവയുടെയും 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിവിധ ശ്രേണിയിലുള്ള വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070, പവന് 56,560. വെള്ളി ഗ്രാമിന് 95, പ്ലാറ്റിനം ഗ്രാമിന് 3199 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആനയെഴുന്നള്ളിപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് സുപ്രീം കോടതി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ്. വിധി സ്വാഗതം ചെയ്ത ദേവസ്വം. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. തുടർച്ചയായുള്ള വേലിയേറ്റം മൂലം ആശങ്കയിൽ തീരദേശവാസികൾ. പ്രതിഷേധങ്ങളും കാറ്റിൽ പറത്തി കുന്നംകുളം കോട്ടോൽ കുന്നിൽ മണ്ണെടുപ്പ് തുടരുന്നു. കോടതി വിലക്ക് നിലനിൽക്കുന്നതിനിടെയാണ് മണ്ണെടുപ്പ് നടത്തുന്നത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. വ്യാജരേഖകൾ നൽകി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റി ശിക്ഷാ നടപടി നേരിട്ട പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.